സ്ക്രീൻഷോട്ട് കേസിൽ SIT സംഘത്തിനെതിരെ UDF. സംഘത്തിലെ ഭൂരിപക്ഷം ഉദ്യോഗസ്ഥരും CPIM അനുഭാവികളാണെന്നും നീതി ലഭിക്കില്ലെന്നും കോഴിക്കോട് ജില്ലയിലെ UDF പ്രവർത്തകരും നേതാക്കളും അഭിപ്രായപ്പെട്ടു. അതേസമയം അന്വേഷണ സംഘത്തിൽ വിശ്വാസമുണ്ടെന്നും തന്നെ വർഗീയവാദിയാക്കാനുള്ള ശ്രമം നടന്നതായും നേരത്തെ കേസിൽ പ്രതി ചേർക്കപ്പെട്ട മുഹമ്മദ് കാസിം പ്രതികരിച്ചു. പാറക്കൽ അബ്ദുള്ള MLA പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ തീരുമാനിച്ചത്. SITയിലെ ഭൂരിഭാഗം ഉദ്യോഗസ്ഥരും CPIM അനുഭാവികളാണെന്നും നീതി ലഭിക്കുമെന്ന് ഉറപ്പില്ലെന്നുമാണ് നേതാക്കളുടെ പക്ഷം. വടകര റൂറൽ SP ഫറാഷിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. എന്നാൽ ഇദ്ദേഹമാണ് LDF സർക്കാരിന്റെ അവസാന കാലത്ത് കാഫിർ കേസ് താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടി കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. ഇതേ ഉദ്യോഗസ്ഥൻ വീണ്ടും അന്വേഷിച്ചാൽ കേസ് മുന്നോട്ട് കൊണ്ടുപോകാനാകുമോ എന്നാണ് നേതാക്കളുടെ ആശങ്ക. തിരുവള്ളൂരിൽ അർദ്ധരാത്രി UDF പ്രവർത്തകന്റെ വീട്ടിൽ കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച സംഭവത്തിൽ ആരോപണം നേരിട്ട ഉദ്യോഗസ്ഥർ SIT സംഘത്തിലുണ്ട്. പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന ഭാരവാഹികളും വിവിധ CPIM പോഷക സംഘടനാ ഭാരവാഹികളും അന്വേഷണ സംഘത്തിലുള്ളപ്പോൾ എങ്ങനെ സത്യം തെളിയുമെന്നാണ് UDF പ്രവർത്തകരുടെ ആശങ്ക. MSF പ്രവർത്തകനെ ആദ്യം കേസിൽ പ്രതിയാക്കിയെങ്കിലും പിന്നീട് അന്വേഷണം CPIMലേക്ക് എത്തിയതോടെയാണ് കേസ് പാതിവഴിയിൽ നിലച്ചത്. അന്നും ഉദ്യോഗസ്ഥരുടെ രാഷ്ട്രീയ ബന്ധം ചർച്ചയായിരുന്നു. ഈ സാഹചര്യത്തിൽ ആഭ്യന്തരമന്ത്രി നേരിട്ട് ഇടപെടണമെന്നാണ് പ്രവർത്തകരുടെ ആവശ്യം. അതിനിടെ SITയിൽ വിശ്വാസമുണ്ടെന്നും നേരത്തെ ഉണ്ടായ അന്വേഷണ സംഘം തന്നെ മാനസികമായി ഉപദ്രവിച്ചിരുന്നുവെന്നും കേസിൽ നേരത്തെ പ്രതിചേർത്ത മുഹമ്മദ് കാസിം ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഇതൊരു കേസിന്റെ അവസാനമായിരിക്കണം. ഇനിയും ഇതുപോലെയുള്ള വർഗീയ ചാപ്പ അടിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകുന്ന കേസുകൾ ഉണ്ടാവാതിരിക്കാൻ കൂടിയുള്ള ഒരു സംവിധാനം SIT രൂപീകരിക്കുന്നതോടുകൂടി ഒരു പുനരന്വേഷണത്തോടുകൂടി എന്താവണം. ജസ്റ്റിസ് ചന്ദ്ര IPSന്റെ നേതൃത്വത്തിലാണ് ഇതിൻ്റെ ഒരു തുടരന്വേഷണത്തിന് ചാർജ് കൊടുത്തിട്ടുള്ളതെന്ന് അറിയുന്നത്. അപ്പോൾ അദ്ദേഹം മികച്ച ഒരു പോലീസ് ഓഫീസർ എന്നുള്ള നിലക്ക് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ അന്വേഷണത്തെ നോക്കിക്കാണുന്നത്. രാഷ്ട്രീയ ആരോപണങ്ങൾ ഒരു ഭാഗത്ത് ശക്തി പ്രാപിക്കുന്നുണ്ടെങ്കിലും അന്വേഷണവുമായി മുന്നോട്ടു പോകാനാണ് SITയുടെ തീരുമാനം. ആദ്യ യോഗത്തിൽ പ്രാഥമികമായ അന്വേഷണം നടത്താനും നേരത്തെയുള്ള കേസ് ഡയറി തെളിവുകൾ ഉൾപ്പെടെ പരിശോധിക്കാനുമാണ് തീരുമാനം. ന്യൂസ് മലയാളം, കോഴിക്കോട്.